ആദ്യം ആനന്ദ് ഗംഗാധറിന്റെ ലക്ഷ്യം എന്താണെന്നറിയണം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതുവരെ അന്വേഷിക്കാത്ത ഭാര്യയെ അയാൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തിനാണ്? തീർച്ചയായും അയാളുടെ ലക്ഷ്യം നല്ലതിനായിരിക്കില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒരുപക്ഷെ ഭാര്യയെയും മകളെയും കണ്ടെത്തി അവരെ കൊല്ലാനാണോ അയാളുടെ പ്ലാൻ? ശരിയായിരിക്കാം. അങ്ങനെയെങ്കിൽ അയാൾ കണ്ടെത്തിയിട്ടുണ്ടാവും ദീപു അയാളുടെ മകളാണെന്ന്. ദീപുവിന്റെ മരണശേഷം ഒരിക്കലും അയാളിലേക്ക് സംശയം നീങ്ങാതിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും എന്നെ ഇതിലേക്ക് വലിച്ചിട്ടിരിക്കുന്നത്. അപ്പോഴും സംശയം ബാക്കി നിൽക്കുകയാണല്ലോ കിച്ചു. ദീപു അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മകളല്ലെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് അവൾക്ക്. അവരുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവളാ ഞാൻ. കപട സ്നേഹമല്ല അവരുടേത്. അപ്പൊ പിന്നെ എങ്ങനെ അവൾ ആനന്ദ് സാറിന്റെ മകളാകും? കണ്ടുപിടിക്കണം അഗ്നി. ആദ്യം നീ ലക്ഷ്മി അമ്മയുടെ കൂടെ ഗുരുവായൂരിൽ പോ. അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. തീർച്ചയായും ആ യാത്ര എക്സ് എന്ന് നീ പേരിട്ട് വിളിക്കുന്ന അയാളിലേക്ക് ഒരു നേർത്ത പാത തീർത്തു തരാതിരിക്കില്ല. ഒന്നുകിൽ ഇതിലെ വില്ലൻ ആനന്ദ് ഗംഗാധർ ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടെത്തണം. അതിന് ആനന്ദ് ഗംഗാധറിനെ കുറിച്ച് അയാൾ പറഞ്ഞ അറിവുകളല്ലാതെ പുതിയ അറിവുകൾ കണ്ടെത്തണം. അയാൾ ആരാണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ത്, അയാളുടെ ഫാമിലി, അവളുടെ ഫാദർ ആൻഡ് മദർ എല്ലാം നമുക്ക് കണ്ടെത്തണം. നിന്റെ ഫോണിൽ നിന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇനി എന്നെ വിളിക്കരുത്. കാരണം തീർച്ചയായും നിന്റെ നമ്പർ അയാൾ ഹാക്ക് ചെയ്തിട്ടുണ്ടാവും. കിച്ചു, അവൻ പറഞ്ഞത് ഉൾക്കൊള്ളാനാകാതെ അവൾ വിളിച്ചു. അങ്ങനെയെങ്കിൽ അവൻ നമ്മുടെ കൂടെ ഈ പരിസരത്ത് ഉണ്ടായിരിക്കില്ലേ? തീർച്ചയായും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ പാകത്തിൽ നമ്മുടെ അടുത്ത് അവൻ ഉണ്ടായിരിക്കില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴവൻ അറിയാം നിന്നെ കൂടാതെ രഹസ്യങ്ങൾ എനിക്കും അറിയാമെന്ന്. അതുകൊണ്ട് ആദ്യം നമുക്ക് നമ്മുടെ പേരിലല്ലാത്തൊരു സിം സംഘടിപ്പിക്കണം. അതിനുശേഷം അതിലൂടെ മാത്രമേ നമ്മൾ ഇക്കാര്യം സംസാരിക്കാൻ പാടുള്ളൂ. സിം കാർഡ് എങ്ങനെ എടുക്കും? ആരുടെ പേരിൽ? അത് നീ എനിക്ക് വിട്ടേക്ക്. സിം കാർഡും ഫോണും ഞാൻ എത്തിച്ചേരാം. എന്നാൽ എഴുന്നേറ്റോ. നിന്റെ മിസ്സിംഗ് വീട്ടിലുള്ളവർ അറിയുന്നതിന് മുമ്പ് വീടെത്തണം. മാത്രമല്ല അയാൾ നമ്മുടെ പിന്നാലെ ഉണ്ടെങ്കിൽ കഴിയുന്നതും ഒരു അറ്റാക്ക് ഒഴിവാക്കണം. കിഷോർ പറയുന്നത് ശരിയാണെന്ന് മിത്രയ്ക്കും തോന്നി. പതിയെ ആൾത്തറയിൽ നിന്നും ഇറങ്ങിയ അവർ കൊന്നിറങ്ങാൻ തുടങ്ങി. മനസ്സിലെ ആശങ്കകൾ കൊണ്ടോ എന്തോ തങ്ങളുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന് മിത്രയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. വീടിന്റെ ഗേറ്റിന് മുന്നിൽ മിത്രയെ ഇറക്കിയതിനു ശേഷം അവൾ ഡോർ തുറന്നുള്ളിലേക്ക് കയറുന്നതുവരെ കിഷോർ ഗേറ്റിന് മുന്നിൽ കാത്തുനിന്നു. മിത്ര സേഫായി ഉള്ളിലേക്ക് കയറിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തത്. വാതിൽ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും തീയിൽ ചവിട്ടിയതുപോലെ മിത്ര സ്തംഭിച്ചു നിന്നു. മുകളിലേക്കുള്ള സ്റ്റെപ്പിന് താഴെ ഒരു ചെയറിട്ട് ഇടത്തെ തുടക്കാമ്പിലേക്ക് വലത് കാലെടുത്തു വെച്ച് ചെയറിലേക്ക് ചാരി മിഴികൾ അടച്ചിരിക്കുന്നുണ്ട് അനന്ത പത്മനാഭൻ. അച്ഛനെ ഉണർത്താതെ ഒരിക്കലും സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാൻ കഴിയില്ലെന്ന് മിത്രയ്ക്ക് അറിയാമായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ മിത്ര അല്പസമയം അവിടെ തന്നെ നിന്ന് കാല് കടഞ്ഞെങ്കിൽ ചെയർ എടുത്തിട്ടിരിക്കാം. മിഴികൾ തുറക്കാതെ തന്നെ അനന്ത പത്മനാഭൻ അത് പറഞ്ഞപ്പോൾ അച്ഛൻ ഉറങ്ങുകയായിരുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അച്ഛാ ഞാൻ... അവൾ വാക്കുകൾക്കായി പരതി. എന്റെ മോൾ നിൽക്കാതെ അവിടെ ഇരിക്ക്. അച്ഛന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അച്ഛാ ഞാൻ പറയുന്നത്... പെട്ടെന്ന് അയാൾ കൈ ഉയർത്തി വിലക്കി. ആദ്യം നീ ഇരിക്ക്, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഇരിക്കാതെ അച്ഛനോടൊന്നും പറയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മിത്ര അടുത്ത് കിടന്ന ചെയർ അച്ഛൻ്റെ അരികിലേക്ക് നീക്കിയിട്ടുകൊണ്ട് അതിലിരുന്നു. ഇനി പറയൂ, കോട്ടും സൂട്ടും ഇട്ട് ഈ പാതിരാത്രിയിൽ നീ ഇറങ്ങിപ്പോയത് എങ്ങോട്ടാണ്? ആ ചോദ്യത്തിന് മുന്നിൽ അവൾ ഒരു നിമിഷം തളർന്നിരുന്നു. എന്തു പറയും അച്ഛനോട്? തന്നെക്കുറിച്ച് എന്തായിരിക്കും അച്ഛൻ ധരിച്ചു വച്ചിരിക്കുക? തൻ്റെ നിസ്സഹായാവസ്ഥ എങ്ങനെയാണ് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുക? മിത്ര ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും അയാൾ കസേരയിൽ ഒന്ന് ഇളകിയിരുന്നു. ഗേറ്റിന് മുന്നിൽ നിന്നെ കൊണ്ടുവന്നിറക്കിയത് ആരായിരുന്നു? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തരാതെ ഇന്ന് നീ റൂമിലേക്ക് കയറി പോകില്ല. പറയൂ, ആരാണയാൾ? അത് കിച്ചു. അവൻ ഈ വീട്ടിലേക്ക് ഏത് അസമയത്തും കയറി വരാം. ആരും അതിന് തടയിട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് അവൻ കള്ളനെ പോലെ പതുങ്ങി വന്ന് പാതിരാത്രിയിൽ നിന്നെ പുറത്തേക്ക് വിളിച്ചിറക്കി കൊണ്ടുപോയത്? അയാളുടെ ചോദ്യങ്ങൾക്ക് മൂർച്ചയേറി. അച്ഛാ, 10 മിനിറ്റ് നേരം അച്ഛൻ എന്നെ ഒന്ന് കേൾക്കാൻ തയ്യാറാവണം. ഞാൻ വിളിച്ചിട്ടാണ് കിച്ചു വന്നത്. എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. നാളെ നേരം വിളക്കുന്നതുവരെ മനസ്സിലിട്ട് കൊണ്ടു നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചു വരുത്തിയത്. അതൊരിക്കലും പ്രണയം പങ്കുവയ്ക്കാനോ രഹസ്യമായി കാണാനോ അല്ല. കിച്ചു എനിക്കിപ്പോൾ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. അത് ഞാൻ എൻ്റെ ഏട്ടന് കൊടുത്ത വാക്കാ. ജീവൻ കൊടുത്തും ഞാനത് പാലിക്കും. എൻ്റെ ഏട്ടൻ്റെ സമ്മതമില്ലാതെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നും നേടണ്ട. അന്വേഷണവും കണ്ടെത്തലും എനിക്കെന്നും ത്രില്ലുള്ള കാര്യമാണെന്ന് അച്ഛനറിയില്ലേ? അങ്ങനെയൊരു അന്വേഷണക്കുരുക്കിൽ അകപ്പെട്ടുപോയി ഞാൻ. അതിലെനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കിച്ചുവിൻ്റെ സഹായം അത്യാവശ്യമാണ്. നാളെ കാലത്ത് സംസാരിച്ചാൽ മതിയെന്ന്
അവൻ പരമാവധി എന്നോട് പറഞ്ഞു നോക്കിയതാ. ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയാലല്ലാതെ എനിക്കൊന്നും ഉറങ്ങാൻ കഴിയില്ലച്ച. എൻ്റെ അച്ഛന് ഞാൻ വാക്ക് തരാം, അച്ഛൻ്റെ മോൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഈ 3 വർഷം ഞങ്ങൾക്കിടയിൽ പ്രണയം എന്നൊന്നും ഉണ്ടാവില്ലച്ച. 3 വർഷം കഴിഞ്ഞാലോ? അച്ഛൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ അവൾക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. എൻ്റെ ഏട്ടൻ നിറഞ്ഞ മനസ്സോടെ എന്നെ കിച്ചുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കട്ടെ. സിദ്ധു അങ്ങനെ ചെയ്തില്ലെങ്കിൽ? അവളൊന്ന് പുഞ്ചിരിച്ചു. വിവാഹമെന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അവസാന വാക്കല്ലച്ച. ജീവിതത്തിൽ എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ണർ കിഷോർ മാധവായിരിക്കും. എൻ്റെ ഏട്ടൻ അതിന് അനുവദിച്ചില്ലെങ്കിൽ അതിനർത്ഥം ഒന്നേയുള്ളൂ, അഗ്നിമിത്രയുടെ ജീവിതത്തിൽ വിവാഹം എന്ന വാക്ക് ഇല്ലെന്ന്. ഒരു പരാതിയുമില്ലാതെ കിച്ചുവിൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ വഴിമാറിക്കൊടുക്കും. അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു കളങ്കവും ഉണ്ടാവാൻ പാടില്ലല്ലോ. പിന്നെ പാതിരാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ എനിക്കൊന്നും സംഭവിക്കില്ലച്ച. പോയ പോലെ തന്നെ ഈ അഗ്നിമിത്ര തിരിച്ചു വരും. എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത് പെണ്ണായിട്ടല്ല, ആണായിട്ടാ. ഞാനേ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞവൾ സ്റ്റെയർ കേസ് ഓടിക്കയറി. പിറ്റേന്ന് കോളേജിൽ പോകുന്ന വഴി മിത്ര ദീപികയുടെ വീട്ടിൽ കയറി. കഴിഞ്ഞ ദിവസമാണ് അവൾ ഡിസ്ചാർജായി വീട്ടിലെത്തിയത്. നിന്നെ ഇപ്പോൾ അയാൾ വിളിക്കാറുണ്ടോ? അവർ രണ്ടുപേരും തനിച്ചായപ്പോൾ മിത്ര ചോദിച്ചു. അന്നത്തതിന് ശേഷം ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു മിത്ര. പിന്നീട് അയാളുടെ കോൾ എനിക്ക് വന്നിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദീപു? കേൾക്കുമ്പോൾ നിനക്ക് കുറച്ച് വിഷമം തോന്നിയേക്കും. അതിൻ്റെ പേരിൽ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. മിത്രയുടെ ചോദ്യം കേട്ട് ദീപികയുടെ മുഖത്ത് സംശയം നിഴലിച്ചുവെങ്കിലും അവളൊന്ന് പുഞ്ചിരിച്ചു. നീ ചോദിക്കും മിത്ര. ചോദ്യം എന്ത് തന്നെയായാലും എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും തോന്നില്ല. മിത്ര ഒന്ന് ഇളകിയിരുന്നു. ദീപു, നീ ശരിക്കും ഇവരുടെ മകൾ തന്നെയാണോ? ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ നിനക്ക് അങ്ങനെ വല്ല സംശയവും തോന്നിയിട്ടുണ്ടോ? മിത്രയുടെ ചോദ്യം കേട്ടതും ദീപികയുടെ പുരികൻ ചുളിഞ്ഞു. നിനക്കെന്താ ഇങ്ങനെയൊരു സംശയം തോന്നാൻ? അവൾ ആനന്ദ് ഗംഗാധർ പറഞ്ഞ കഥ ദീപികയോട് പറഞ്ഞു. ഒപ്പം ഓൾഡ് ഏജ് ഹോമിലെ ലക്ഷ്മിയുടെ കഥയും അതിനോടൊപ്പം മിസ്റ്റർ എക്സിന്റെ ഫോൺ വിളിയും. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു ദീപു. നിന്റെയും ആനന്ദ് സാറിന്റെയും ലക്ഷ്യമ്മയുടെയും ജീവിതങ്ങൾ തമ്മിൽ കൂടിപ്പിണഞ്ഞു കിടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. എന്റെ ബലമായ സംശയം നീ ആനന്ദ് സാറിന്റെ മകളാണോ എന്നാണ്. മിത്രയുടെ വാക്കുകൾ കേട്ട നേരം ദീപികയുടെ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു. എന്നാൽ എനിക്ക് ആ സംശയമില്ല മിത്ര. ഞാൻ ഹരിനന്ദന്റെയും രാധികയുടെയും മകളാണ്. അതിൽ ഒരു തർക്കവുമില്ല. ഉറച്ച വാക്കുകളോടെ ദീപിക അത് പറയുമ്പോൾ താൻ മുന്നോട്ട് നടന്ന വഴികൾ പാറക്കല്ലിൽ ഇടിച്ചു നിന്നതുപോലെ മിത്രയുടെ ചിന്തകൾക്ക് വഴിമുട്ടി വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥ. ദീപു എത്ര തന്നെ ഉറപ്പിച്ചു പറഞ്ഞാലും താൻ ഈ സംശയത്തിൽ നിന്നും പിന്മാറാൻ പോകുന്നില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അതിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഒരു കാരണം ദീപുവിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. അങ്ങനെ ഒരു സംശയം പറഞ്ഞതിൽ നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ദീപു? ഇല്ലടി. അയാളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണ് നിന്റെ ചോദ്യമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ആനന്ദ് സാർ തന്നെ ആയിരിക്കുമോ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? നീ അറിയാത്ത, നീ മനസ്സിലാക്കാത്ത എന്തെങ്കിലും കണക്ഷൻ നിനക്ക് അയാളുമായി ഉണ്ടായിരിക്കുമോ? ദീപിക ഒരു നിമിഷം ആലോചനയിൽ മുഴുകി. എനിക്ക് തോന്നുന്നില്ല മിത്ര. അയാളുടെ ബോഡി ലാംഗ്വേജ് ഒരിക്കലും സാറിൻ്റെതല്ല. അയാൾക്ക് ശരിക്കും 6 അടിയിലേറെ ഉയരമുണ്ട്. അതിനനുസരിച്ചുള്ള വണ്ണവും. എങ്ങനെ പോയാലും സാർ ഒരു 5.5 അടിയിലേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദീപിക പറഞ്ഞത് ശരിയാണെന്ന് മിത്രയ്ക്കും തോന്നി. സാറിന് 6 അടി ഉയരമില്ല. ഏറിയാൽ 5.5. അതിലപ്പുറത്തേക്ക് പോയില്ല. അതുമാത്രമല്ല, ആ സ്വരവും സാറിൻ്റെതല്ലെന്ന് ആ നിമിഷം അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഇനി സാറ് ഏൽപ്പിച്ച കൊട്ടേഷൻ ആയിരിക്കുമോ അയാൾ? യെസ് ദീപു, എനിക്ക് അങ്ങനെ തോന്നുന്നു. നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങാതെ മറഞ്ഞു നിന്ന് കളിക്കുകയാണ് സാർ. പക്ഷെ എന്തിന്? സാർ നിന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ തീർച്ചയായും ദീപു, നീയും അയാളും തമ്മിൽ എന്തോ കെമിസ്ട്രി ഉണ്ട്. അതൊരിക്കലും നിന്റെ ജനനവുമായി ബന്ധപ്പെട്ടത് ആകാതിരിക്കട്ടെ. കൊല്ലാൻ നടക്കുന്നവന്റെ മകളായി ജനിക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിയിൽ ജനിക്കാതിരിക്കുന്നതാണ്. മിത്രയ്ക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി രാധിക കടന്നു വന്നതോടെ അവരുടെ സംസാരത്തിന് താൽക്കാലിക വിരാമമായി. അവർക്കിടയിലേക്ക് ഹരിനന്ദൻ കൂടി കയറി വന്നതോടെ മിത്ര പോകാനായി എഴുന്നേറ്റു. വീണ്ടും വരാം എന്ന് പറഞ്ഞവൾ ഇറങ്ങുമ്പോൾ മനസ്സ് മുഴുവൻ ബ്ലാങ്കായിരുന്നു. മിസ്റ്റർ എക്സിനെ കുറിച്ച് ഇതുവരെ നെയ്തു കൂട്ടിയതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് അവൾ അറിഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മനസ്സ് നൂലില്ലാ പട്ടം പോലെ കറങ്ങി നടക്കുകയാണ്. ഏതെങ്കിലും മരക്കൊമ്പിൽ തട്ടി അത് നിന്നെങ്കിലെന്ന് അവൾ ആ നിമിഷം വല്ലാതെ ആഗ്രഹിച്ചു. 2-3 ദിവസം കാര്യമായ മാറ്റങ്ങളില്ലാതെ കടന്നുപോയി. ഈ ദിവസങ്ങളിലൊന്നും എക്സിന്റെ വിളി ഉണ്ടായില്ല. കിഷോറിന്റെ വിളിയും ആ ദിവസങ്ങളിൽ മിത്രയെ തേടി വന്നില്ല. പരസ്പരം വിളിക്കരുതെന്ന ഉടമ്പടി അവർ തമ്മിൽ ഉണ്ടായിരുന്നതിനാൽ മിത്രയും തിരിച്ചവനെ കോൾ ചെയ്തില്ല. വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് തിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്.
എന്നാൽ ആ റിംഗ് ടൂൺ അവളുടേതല്ലെന്നറിഞ്ഞിട്ടും മിത്ര സ്കൂട്ടി സൈഡിലേക്ക് ഒതുക്കി. കാരണം റിംഗ് ടൂൺ കേൾക്കുന്നത് തന്റെ സ്കൂട്ടിയിൽ നിന്നാണെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു. ഫ്രണ്ടിലെ കബോർഡിൽ നിന്നാണ് എന്ന് മനസ്സിലായതും അവൾ അതിലേക്ക് കൈയിട്ടുകൊണ്ട് ഫോൺ എടുത്തു. ആരുടെ ഫോണാണിത്? ആരായിരിക്കും ഇതിവിടെ കൊണ്ടുവച്ചത്? ഇനി സ്കൂട്ടി മാറി ആരെങ്കിലും കൊണ്ടുവന്ന് വച്ചതാണോ? പലവിധ ചിന്തകളോടുകൂടിയാണ് അവൾ ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കിയത്. അതിൽ മൈ ഫേവറേറ്റ് എന്ന അക്ഷരങ്ങളും അതിന് താഴെയുള്ള നമ്പറും കണ്ടതും അവളുടെ ചങ്കൊന്നടിച്ചു. കാരണം ആ നമ്പർ അവൾക്ക് പരിചിതമല്ലായിരുന്നു. മിത്ര ആ ഫോൺ തിരിച്ചും മറിച്ചും നോക്കി. തന്റെ ഫോണല്ലല്ലോ ഇത്, പിന്നെങ്ങനെ ഈ പേര്? പക്ഷേ നമ്പർ. എന്നാൽ കോൾ കട്ടാകുന്നതിന് മുമ്പ് അവൾ കോൾ ബട്ടണിൽ വിരലമർത്തി.